ഇപ്പോൾ ആറ്റുകാൽ ക്ഷേത്രത്തിൽ കുത്തിയോട്ട വ്രതമനുഷ്ഠിച്ച ബാലന്മാർ ക്ഷേത്രത്തിലേക്ക് കയറുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇപ്പോൾ ക്ഷേത്ര സന്നിധിയിൽ നിന്ന് പ്രശാന്ത് ശങ്കരമംഗലത്തുണ്ട്. പ്രശാന്ത്, 581 കുട്ടികളാണ് ഇപ്രാവശ്യം കുത്തിയോട്ട ബാലന്മാരായി വ്രതമെടുത്ത ക്ഷേത്ര സന്നിധിയിലുണ്ടായിരുന്നത്. ഇതിൽ പകുതിയോളം കുട്ടികൾ മാത്രമാണ് ഇപ്പോൾ ക്ഷേത്രത്തിന് ഉള്ളിലേക്ക് കയറിയിട്ടുള്ളത്. ഇത് ചൂരൽകുത്ത്, ആചാരപ്രകാരമുള്ള ചൂരൽകുത്തിന് ശേഷമായിരിക്കും മണക്കാട് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്കുള്ള എഴുന്നള്ളിപ്പ് ആരംഭിക്കുക. ഇനി എത്രമാത്രം കുട്ടികൾ കുത്തിയോട്ട ബാലന്മാർ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കാനുണ്ട്? എപ്പോഴായിരിക്കും എഴുന്നള്ളത്ത് ആരംഭിക്കുക? കുത്തിയോട്ട ബാലന്മാർ ഏകദേശം പൂർണ്ണമായി എത്തിക്കഴിഞ്ഞിരിക്കും. അതായത് ഇനി കുറച്ച് കുട്ടികൾ മാത്രമാണ് ബാക്കിയുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ ഒരു കൃത്യം എണ്ണം നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല, കാരണം അങ്ങനെയാണ് ഇവിടുത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. എന്തായാലും അല്പസമയം, ഒരു പരമാവധി സമയം 30 മിനിറ്റിനുള്ളിൽ കുത്തിയോട്ട ബാലന്മാരെല്ലാം ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുത്തിയോട്ട ബാലന്മാർ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് മറ്റ് ക്ഷേത്രത്തിൻ്റെ ചടങ്ങുകൾ, അതായത് എഴുന്നള്ളത്തുമായി ബന്ധപ്പെട്ട മണക്കാട് ശാസ്താവിൻ്റെ തിരുസന്നിധിയിലേക്കുള്ള എഴുന്നള്ളത്തുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾക്ക് കടക്കുകയുള്ളൂ. എന്തായാലും ഇനി കുറച്ച് ഏതാനും നിമിഷങ്ങൾ മാത്രം മതി. ആ നിമിഷങ്ങൾക്കുള്ളിൽ ഈ കുത്തിയോട്ടത്തിൻ്റെ ബാലന്മാരെല്ലാം ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറുകയും അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. ഒരു ധന്യമായ മുഹൂർത്തത്തിനാണെന്ന് ഏവരും സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. പൊങ്കാലയെ പോലെ തന്നെ ഒരു പവിത്രമായ ഒരു ആചാരമാണ് ഈ കുത്തിയോട്ടം എന്ന് പറഞ്ഞാൽ. ഈ നേർച്ച, അതായത് മാതാപിതാക്കൾ നേർച്ച ചൊല്ലിയാണ് ഈ കുത്തിയോട്ട ബാലന്മാരെ ഇവിടേക്ക് ക്ഷേത്ര സന്നിധിയിലേക്ക് നടയിലേക്ക് കൊണ്ടുവരുന്നത്. 7 ദിവസം, അതായത് ഉത്സവം കഴിഞ്ഞ് 2 ദിനം, ഈ 7 ദിവസം ആണ് ഈ ചടങ്ങുകൾ. അതായത് കുത്തിയോട്ട ബാലന്മാരെല്ലാവരും 7 ദിവസം ക്ഷേത്രസന്നിധിയിൽ കഴിച്ചുകൂട്ടും. 7 ദിവസം കഴിച്ചു കൂട്ടിക്കൊണ്ടാണ് അവിടെ ക്ഷേത്രത്തിനുള്ളിലെ പരിമിതമായ സൗകര്യത്തിൽ അവർ വ്രതാധിഷ്ഠരായി ആചാര അനുഷ്ഠാനത്തോടെ ഇവിടെ കഴിച്ചുകൂട്ടും. അതിനുശേഷം 9-ാം ദിവസമാണ് ഈ പൊങ്കാല മഹോത്സവം നടക്കുന്നത്. ആ പൊങ്കാല മഹോത്സവത്തിൻ്റെ വൈകിട്ടാണ് കുത്തിയോട്ട ബാലന്മാർ ക്ഷേത്ര സന്നിധിയിലേക്ക്, ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്ന ആ ഭാഗത്തേക്ക് പ്രവേശിക്കുക. അവിടെ പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന സ്ഥലത്തായിരിക്കും ഈ ബാലന്മാർക്ക് ചൂരൽകുത്ത് നടക്കുന്നത്. വെള്ളിച്ചൂരൽ കൊണ്ട് ശരീരത്തിൽ കുത്തി ചെറുതായി മുറിവേൽപ്പിക്കും. ഈ മുറിവേൽപ്പിക്കുന്ന ബാലന്മാരെയാണ് അമ്മയുടെ സേവകരായി കാണുന്നത്. അങ്ങനെ സേവകരായ ബാലകന്മാരാണ് അമ്മയോടൊപ്പം അകമ്പടി സേവിക്കുന്നത്. ആദിപരാശക്തി ശ്രീഭദ്രകാളിയുടെ മുറിവേറ്റം സേവകർ എന്ന അർത്ഥത്തിലാണ് ഈ കുത്തിയോട്ട ബാലന്മാരെ കാണുന്നത്. അതിൻ്റെ ഒരു പൈതൃകവും ആചാരവുമാണ് ഇപ്പോഴും ഒരു പിന്തുടർച്ചയായി കൊണ്ടു നടക്കുന്നത്. നിറയെ ഒരുപാട് കാലത്തെ പല നേർച്ചകൾ, ആ നേർച്ചകളുടെ ഒരു ഫലമാണ് മക്കളെ ഇവിടേക്ക് ക്ഷേത്രസന്നിധിയിലേക്ക് ഈ കുത്തിയോട്ട ബാലന്മാരായി നിയോഗിക്കണം എന്ന ആഗ്രഹം മനസ്സിലുണ്ടാകുന്നത് മാതാപിതാക്കളുടെ. അതിൻ്റെ ഒരു പൂർണ്ണതയായിട്ടാണ് അവരവരുടെ മക്കളെ ഈ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്നതും. തുടർന്നാണ് ഈ ചടങ്ങുകൾക്ക് വ്രതം നോട്ടുകൊണ്ട് ചടങ്ങുകളിലേക്കെല്ലാം കടക്കുന്നത്. ശ്രീകൃഷ്ണ വേഷത്തിലും അങ്ങനെ വ്യത്യസ്തങ്ങളായ വേഷങ്ങളിൽ കൃഷ്ണന്റെ വേഷം ധരിച്ചുമൊക്കെയാണ് ഈ ബാലന്മാരെല്ലാം പട്ടുവസ്ത്രങ്ങൾ ധരിച്ചും മഞ്ഞപ്പട്ടമ്പരം ധരിച്ചും ശ്രീകൃഷ്ണന്റെ സമാനമായി മൗലിയിൽ മയിൽപ്പീലി ചാർത്തിയുമെല്ലാം ഭക്തർ, കുഞ്ഞു ബാലകന്മാർ, അമ്മയുടെ സേവകന്മാർ ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാനും നിമിഷം മാത്രമേ ഉള്ളൂ ഇനി ഈ കുത്തിയോട്ടത്തിൻ്റെ ബാലകന്മാരെല്ലാം ക്ഷേത്രസന്നിധിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ തുടർന്ന് മറ്റ് ചടങ്ങുകൾ ആരംഭിക്കും. അതിന് തൊട്ടു പിന്നാലെ ഈ അമ്മയുടെ സേവകർ അമ്മ പുറത്തെഴുന്നള്ളി തൻ്റെ പിണങ്ങി നിൽക്കുന്ന സഹോദരനായ മണക്കാട് ശാസ്താവിനെ കാണുവാനും മണക്കാട് ശാസ്താവിനെ കണ്ട്
പരിഭവം പറയുവാനുമായി ആ ശാസ്താവിൻ്റെ സന്നിധിയിലേക്ക് യാത്ര തിരിക്കും. പിന്നെ ആ യാത്രയിലുടനീളം പലയിടങ്ങളിൽ യാത്ര പോകുന്ന ഇടങ്ങളിലെല്ലാം ഭക്തർ അമ്മയെ സ്വീകരിച്ച് ആ സ്വീകരണം നൽകിക്കൊണ്ടായിരിക്കും യാത്ര മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഇന്ന് നേരം പുലരുന്നതോടുകൂടി അമ്മ മണക്കാട് ശാസ്താവിൻ്റെ തിരുസന്നിധിയിൽ എത്തിച്ചേരും. അവിടെ അമ്മയെ ആചാരവിധി പ്രകാരം സ്വീകരിച്ചതിന് ശേഷം അവിടുത്തെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് ഒരു പുലർച്ചെ 7 മണിയോടുകൂടി അമ്മ വീണ്ടും തിരിച്ച് സ്വന്തം സന്നിധാനമായ ആറ്റുകാൽ ക്ഷേത്ര സന്നിധിയിലേക്ക് അമ്മ തിരിക്കും. തിരിക്കുന്നതിനോടൊപ്പം ഈ അമ്മയുടെ സേവകരായ കുത്തിയോട്ട ബാലന്മാരും ഉണ്ടാകും. ഈ കുത്തിയോട്ട ബാലന്മാരെല്ലാം ക്ഷേത്ര സന്നിധിയിൽ പ്രവേശിച്ചതിന് ശേഷം ചൂരൽ കുത്തഴിക്കുന്നതോടുകൂടി ഈ വർഷത്തെ കുത്തിയോട്ട മഹോത്സവത്തിന് പരിസമാപ്തി കുറിക്കും. വൈകുന്നേരം നടക്കുന്ന പൂജകൾക്കും താന്ത്രിക വിധിപ്രകാരമുള്ള പൂജകൾക്കും ശേഷം ഗുരുതി പൂജയോടുകൂടി ഈ വർഷത്തെ ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന് കൊടിയിറങ്ങുകയും ചെയ്യും. വളരെ ഒരു പരിപാവനമായ നിമിഷം. ആ നിമിഷത്തിലൂടെയാണ് ഇന്ന് ആറ്റുകാലും ഈ ക്ഷേത്രാങ്കണവും ക്ഷേത്ര പരിസരവും എല്ലാം കടന്നു പോകുന്നത്. ഈ ഒരു ധന്യമുഹൂർത്തത്തിന് സാക്ഷിയാകുവാൻ ദേശാന്തരങ്ങൾ താണ്ടി നാടും നഗരവും താണ്ടി നിരവധി ഭക്തരാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ആബാലവൃത്തം ജനങ്ങൾ ഇവിടേക്ക് എത്തിയിരിക്കുന്നു. സ്ത്രീയും പുരുഷന്മാരുമായുള്ള നിരവധി ഭക്തരാണ് അമ്മയുടെ തിരുസന്നിധാനത്തിൽ ഇപ്പോൾ ഈ ഒരു അർദ്ധരാത്രിയിലും ഇത്രയും പ്രതികൂലമായ കാലാവസ്ഥയിലടക്കം ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വലിയ തിരക്കാണ് ഇവിടെയെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഒരു മുഹൂർത്തം അവരുടെ എല്ലാം ജീവിതത്തിലെ ഒരു വലിയ ഭാഗ്യം അല്ലെങ്കിൽ ഒരു വലിയ മുഹൂർത്തമാണ് ഇവർ കടന്നു പോകുന്നത്. ഒരിക്കലെങ്കിലും ഈ പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ച് അമ്മയുടെ തിരുസന്നിധാനത്തെത്തണമെന്നും അമ്മയെ കണ്ട് തൊഴിൽപ്പെടണമെന്നും അമ്മയെ കണ്ട് കൈ തൊഴിൽപ്പെടണമെന്നും എന്നടക്കമുള്ള ആഗ്രഹങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന നൂറുകണക്കിന് ഭക്തരാണ് ഇവിടേക്ക് എത്തുന്നത്. അവർക്ക് ഇവിടേക്കെത്തി ഈ മണ്ണിൽ ഒന്ന് വന്നാൽ മാത്രം മതി. അമ്മയുടെ ദർശനം കിട്ടിയില്ലെങ്കിൽ പോലും ഈ മണ്ണിൽ ഒന്ന് വന്ന് നിൽക്കാൻ കഴിഞ്ഞാൽ അതും ഒരു ഭാഗ്യമാണെന്ന് കരുതുന്ന നിരവധി ആളുകളുണ്ട്. അവരെല്ലാം ഇവിടേക്ക് എത്തുകയാണ്. ഒരു ഭാഗത്ത് ദർശനത്തിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്നുണ്ട്, ദർശനത്തിനുള്ള സൗകര്യം നടക്കുന്നുണ്ട്. മറുഭാഗത്താണ് ഇപ്പോൾ കുത്തിയോട്ടത്തിൻ്റെ ബാലന്മാർ ഈ അമ്മയുടെ തിരുമുമ്പിലേക്ക് എത്തി നിൽക്കുന്നത്, അമ്മയുടെ തിരുസന്നിധാനത്തേക്ക് എത്തി നിൽക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ ഈ കുത്തിയോട്ട ബാലന്മാരെല്ലാം ഈ ക്ഷേത്ര സന്നിധിക്കുള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ മറ്റ് ചടങ്ങുകൾക്ക് തുടക്കമാകും. അതോടൊപ്പം തന്നെ അമ്മയുടെ പുറത്തെഴുന്നള്ളിനും സമയമാവുകയും ചെയ്യും. തുടർന്നാണ് മണക്കാട് ശാസ്താവിൻ്റെ തിരുസന്നിധാനത്തേക്ക് അമ്മ എഴുന്നള്ളുന്നത്. 581 കുത്തിയോട്ടമാരന്മാർ അമ്മയുടെ തിരുസന്നിധിയിലേക്ക് പ്രവേശിക്കുകയാണ്. 7 ദിവസം നീണ്ടു നിൽക്കുന്ന കഠിനമായ വ്രതം. ആ വ്രതം കഴിഞ്ഞാൽ ആ വ്രതത്തോടൊപ്പം തന്നെ 1008 തവണ ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രദക്ഷിണം ചെയ്തും ആ പ്രദക്ഷിണം ചെയ്ത് അങ്ങനെ പുണ്യം നേടിയ ബാലകന്മാരാണ് അമ്മയുടെ പടയാളികളായി ഈ ക്ഷേത്ര സന്നിധിക്കുള്ളിലേക്ക് ഇപ്പോൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാനും നിമിഷങ്ങൾ മാത്രം മതി. ആ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ പൂർണ്ണമായും ഈ 581 ബാലകന്മാരും ക്ഷേത്ര സന്നിധിയിലേക്ക് പ്രവേശിക്കും. തുടർന്ന് മറ്റ് ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്യും. ദൃശ്യ ശരിയാണ്. പ്രശാന്ത് ശങ്കർവാൻകുളത്താണ് ക്ഷേത്ര സന്നിധിയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിനായി ദേവിയെ കാപ്പുകെട്ടി കുടിയിരുത്തിയതിൻ്റെ 3-ാം ദിവസം മുതലാണ് കുത്തിയോട്ട ബാലന്മാർ വ്രതമനുഷ്ഠിക്കുന്നത്. ക്ഷേത്രസന്നിധിയിലെത്തി വെള്ളി നാണയങ്ങൾ വെച്ച് ദേവിയെ വണങ്ങിയ ശേഷമാണ് ഈ കുത്തിയോട്ട ബാലന്മാർ വ്രതം ആരംഭിക്കുക. തുടർന്നുള്ള 7 ദിവസം പൊങ്കാല ദിവസത്തിൻ്റെ അന്ന് വൈകിട്ട് വരെയും ഈ കുത്തിയോട്ട ബാലന്മാർ ക്ഷേത്രസന്നിധിയിൽ തന്നെ താമസിച്ച പുലർച്ചെ തന്നെ ഈറനണിഞ്ഞ ക്ഷേത്രത്തിലെത്തി ദേവീ മന്ത്രധ്വനികളുമായി ക്ഷേത്രത്തിൽ പ്രാർത്ഥനയിരിക്കുകയും 108 നമസ്കാരങ്ങൾ നടക്കുകയും ചെയ്യും. ഈ വരുന്ന 7 ദിവസങ്ങളിലായി പിന്നീട് പൊങ്കാല ദിവസത്തിൻ്റെ അന്ന് വൈകിട്ടാണ് ദേവിയുമായി മണക്കാട് ശാസ്താക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പിനായി ദേവിയോടൊപ്പം അകമ്പടി സേവിച്ചു പോകുക. മഹിഷാസുരമർദ്ദിനി ദേവിയുടെ മുറിവേറ്റ ഭടന്മാരാണ് കുത്തിയോട്ട ബാലന്മാർ എന്നാണ് വിശ്വാസം. ഈ നേർച്ചയിലൂടെ കുത്തിയോട്ട ബാലൻ നേർച്ചയിലൂടെ കുട്ടികൾക്ക് ദേവി പ്രീതി നേടാനും അതുപോലെ തന്നെ ഉന്നത വിജയം നേടാനുമൊക്കെ എന്നതാണ് വിശ്വാസം. ഈ പ്രാവശ്യം 581 കുത്തിയോട്ട ബാലന്മാരാണ് വ്രതമനുഷ്ഠിച്ച ക്ഷേത്ര സന്നിധിയിൽ കഴിഞ്ഞ ഒരാഴ്ചയായി കഴിഞ്ഞുകൂടിയത്. ഈ കുട്ടികൾ ഇന്ന് കിരീടം വെച്ച വിവിധ വേഷഭൂഷാദികൾ ധരിച്ച ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിച്ച ചൂരൽ കുത്തുന്നതോടെ
മണക്കാട് ദേവീക്ഷേത്രത്തിലേക്കുള്ള മണക്കാട് ശാസ്താ ക്ഷേത്രത്തിലേക്കുള്ള ദേവിയുടെ എഴുന്നള്ളിപ്പിന് അകമ്പടി സേവിക്കും. ദേവിയുടെ തിരികെയുള്ള എഴുന്നള്ളത്തിൽ കുത്തിയോട്ട ബാലന്മാരും തിരികെ ആറ്റുകാൽ ദേവീക്ഷേത്രത്തിലെത്തി ചൂരൽക്കുത്ത് അഴിക്കുന്നതോടെയാണ് കുത്തിയോട്ട ബാലന്മാരുടെ വ്രതാനുഷ്ഠാന ചടങ്ങുകൾ പൂർത്തിയാകുക. ഇപ്പോൾ പ്രശാന്ത് ചക്രമംഗലത്തുണ്ട്. പ്രശാന്ത്, എപ്പോഴേക്കും ഈ എഴുന്നള്ളിപ്പ് ആരംഭിക്കാനാണ് സാധ്യത? ഇപ്പോൾ ചൂരൽക്കുത്ത് അതുപോലെയുള്ള ആചാരപ്രകാരമുള്ള ചടങ്ങുകളെല്ലാം, ക്ഷേത്ര സന്നിധിയിലുള്ള ചടങ്ങുകളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു, അങ്ങനെയുള്ള വിവരങ്ങൾ ലഭ്യമാണോ? ആചാരവിധി പ്രകാരമുള്ള ചടങ്ങുകൾ ക്ഷേത്രം ശ്രീകോവിലിൽ നടക്കുന്നുണ്ട്. ക്ഷേത്രത്തിനുള്ളിൽ നടന്നു വരികയാണ്. ഈ ഉത്സവത്തോടനുബന്ധിച്ചുള്ള വിവിധ ആചാര അനുഷ്ഠാനങ്ങളെല്ലാം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറുഭാഗത്ത് ക്ഷേത്രത്തിലേക്ക് കെട്ടുകാഴ്ചകളടക്കം വന്നു പോകുന്നൊരു കാഴ്ചയുമുണ്ട്. അതോടൊപ്പമാണ് ഈ ചൂരൽക്കുത്ത്, അതായത് കുത്തിയോട്ടത്തിനുള്ള ബാലന്മാർ ക്ഷേത്രസന്നിധിയിലേക്ക് പ്രവേശിക്കുന്നത്. അതോടൊപ്പം മറ്റു സ്ഥലത്തു കൂടി ദർശനത്തിനുള്ള സൗകര്യം ഒരുക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം, ഈ ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ച് ഈ ദേശാന്തരങ്ങളിൽ നിന്നെല്ലാം, കന്യാകുമാരി മുതൽ കാസർഗോഡും അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെല്ലാം നിരവധി ഭക്തർ ഇവിടേക്ക് ഒഴുകിയെത്താറുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാം ഒരു ആഗ്രഹമാണ് പൊങ്കാലയിട്ടതിന് ശേഷം അമ്മയുടെ ഒരു ദർശനം, ആ അമ്മയുടെ ദർശനം കൂടി നേടിക്കൊണ്ട് തിരിച്ച് സ്വന്തം നാടുകളിലേക്ക് പോകണമെന്നുള്ള ഒരു ആഗ്രഹവുമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ആഗ്രഹ പൂർത്തീകരണം എന്ന നിലയിലും ദർശനത്തിനുള്ള സൗകര്യവും ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ദർശനവും നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ക്ഷേത്രത്തിലെ മറ്റ് ആചാര അനുഷ്ഠാന പദ്ധതികളും ഇപ്പോൾ നടന്നു വരുന്നത്. ഓരോ നിമിഷം കഴിയുമ്പോഴും, അനുനിമിഷം കഴിയുമ്പോഴും ഈ ക്ഷേത്രസന്നിധിയിലേക്കുള്ള ഭക്തജനങ്ങളുടെ ഒഴുക്കും തിരക്കും വർദ്ധിച്ചു വരുന്നതായാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അങ്ങനെ ഒരു അന്തരീക്ഷം മറ്റെങ്ങും കാണാത്തത്ര ഒരു വലിയ ഒരു ഭക്തിയുടെ ഒരു ലഹരി തന്നെ നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയും, ഇവിടുന്ന് അനുഭവിച്ചറിയാൻ കഴിയും. ഓരോ അമ്പലങ്ങളും ഓരോ ക്ഷേത്രങ്ങളും ആചാര വൈവിധ്യം കൊണ്ട് നമ്മുടെ ശ്രദ്ധേയമാണ്. പല ക്ഷേത്രങ്ങളിലെയും പലതരം ആചാരങ്ങളും പല വൈവിധ്യങ്ങളുമുണ്ട്. അത്തരം വൈശിഷ്ട്യം കാണുന്ന അത്രത്തോളം വൈശിഷ്ട്യമുള്ള ക്ഷേത്രമാണ് ഈ ആറ്റുകാൽ ദേവീക്ഷേത്രം. മധുര ചുട്ടരിച്ച് കോപാകുലയായി എത്തിയ കണ്ണകിയുടെ കോപം ശമിക്കാൻ പൊങ്കാല നിർത്തു എന്ന ഒരു സങ്കല്പത്തിലാണ് പൊങ്കാല അർപ്പിക്കുന്നത്. അതോടൊപ്പം ദേവിയെ സൗമ്യഭാവത്തിൽ ഇവിടേക്ക് കുടിയിരുത്തുന്നു. ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് അനന്തപുരിയുടെ മണ്ണിൽ അമ്മ വിരാജിക്കുന്നു. ആ അമ്മയുടെ തിരുസന്നിധിയിലേക്ക് ഭക്തസഹസ്രങ്ങൾ ദിനവും ഒഴുകിയെത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ അനന്തപുരിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണ് ആറ്റുകാൽ ക്ഷേത്രം. ആറ്റുകാൽ ക്ഷേത്രത്തിലെ ഏറ്റവും വൈശിഷ്ട്യമായ ഒരു ചടങ്ങ് കൂടിയാണ് ഈ പൊങ്കാല മഹോത്സവവും അതോടൊപ്പം തന്നെ കുത്തിയോട്ട മഹോത്സവവും. ആ കുത്തിയോട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ കുത്തിയോട്ട ബാലന്മാരെല്ലാം ക്ഷേത്രസന്നിധിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ചൂരൽക്കുത്ത് പൂർത്തിയാക്കിക്കൊണ്ട് മറ്റ് ചടങ്ങുകൾ, അതായത് അമ്മയുടെ പുറത്തെഴുന്നള്ളിപ്പിനുള്ള ചിട്ടവട്ടങ്ങളും ഒരുക്കങ്ങളും സജ്ജീകരിക്കും. അതോടുകൂടി ഈ താളമേള വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ, ദീപങ്ങളുടെ അകമ്പടിയോടെ അമ്മ പുറത്തെഴുന്നള്ളി കരിവീരന്മാർ അമ്മയ്ക്ക് അകമ്പടി സേവിക്കും. അങ്ങനെ അകമ്പടി സേവിച്ചുകൊണ്ട് മണക്കാട് ശാസ്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് അമ്മ യാത്ര തിരിക്കും. മണക്കാട് ശാസ്താവിൻ്റെ ആറ്റുകാൽ അമ്മയുടെ സഹോദരനായിട്ടാണ് മണക്കാട് ശാസ്താവിനെ കാണുന്നത്. അങ്ങനെ ശാസ്താവിനെ പരിഭവപ്പെട്ട് നിൽക്കുന്ന ശാസ്താവിൻ്റെ പിണക്കം മാറ്റുവാൻ, തൻ്റെ സഹോദരനായ മണക്കാട് ശാസ്താവിൻ്റെ പിണക്കം മാറ്റാൻ അമ്മ സ്വന്തം സഹോദരനെ കാണുവാനായി പോകുന്നു എന്നതാണ് ഈ ശാസ്താവിൻ്റെ ക്ഷേത്രത്തിലേക്കുള്ള, മണക്കാട് ശാസ്താ ക്ഷേത്രത്തിലേക്കുള്ള അമ്മയുടെ യാത്രയെ വിശേഷിപ്പിക്കുന്നത്. ആ ചടങ്ങ് ഏത് ഭക്തർക്കും ഭക്തരുടെ ഉള്ളിലും ഒരു ഭക്തിയുടെ ആനന്ദ ലഹരി നിറയ്ക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടുന്ന് കാണാൻ കഴിയുന്നത്. അടുത്തേക്ക് സ്വന്തം യാത്ര തിരിക്കുന്നൊരു അതൊരു
അഭൗമമായ മുഹൂർത്തമാണ്. നമുക്ക് അതിനെ ഏത് രീതിയിൽ അതിനെ വർണ്ണിക്കണമെന്ന് നമുക്കറിയില്ല. ആ ഭക്തർ ആനന്ദാശ്രു പൊഴിക്കുന്ന ഒരു മുഹൂർത്തം കൂടിയാണ്. അങ്ങനെ ഒരു മുഹൂർത്തം അല്പസമയത്തിനുള്ളിൽ അത് ആരംഭിക്കും. ക്ഷേത്ര സന്നിധിയിൽ നിന്ന് തന്നെ അമ്മയുടെ ഈ യാത്ര ക്ഷേത്രസന്നിധിയിൽ നിന്ന് തന്നെ തിരിക്കും. ഈ കുത്തിയോട്ടബാലന്മാർ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഉടനെ അതിന് തുടക്കം കുറിക്കുകയും ചെയ്യും. തുടർന്ന് ജനം ോടൊപ്പം അകമ്പടി സേവിപ്പിക്കും. അങ്ങനെ അകമ്പടി സേവിച്ചുകൊണ്ടായിരിക്കും മണക്കാട് ശാസ്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് യാത്ര തിരിക്കുന്നത്. ഇപ്പോൾ കുത്തിയോട്ട മഹോത്സവത്തിൻ്റെ ഒരു പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഏതാനും നിമിഷങ്ങൾ മാത്രം മതി. ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുന്നതോടുകൂടി കുത്തിയോട്ട ബാലന്മാരെല്ലാം വ്രതനിഷ്ഠയോടുകൂടി 7 ദിവസം വ്രതനിഷ്ഠയോടുകൂടി ക്ഷേത്രത്തിൽ കഴിയുന്ന കുത്തിയോട്ട ബാലന്മാരെല്ലാം ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കും. ആ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നീട് പോലീസിൻ്റെ ഒരു ഗാർഡ് ഓഫ് ഓർഡറും ഇവിടെ ഉണ്ടാകും. അതായത് ക്ഷേത്രാങ്കണത്തിൽ വെച്ച് തന്നെ അമ്മയ്ക്ക്, ആറ്റുകാലമ്മയ്ക്ക് സംസ്ഥാന സർക്കാരിൻ്റെ വകയായി പോലീസിൻ്റെ ഒരു ഗാർഡ് ഓഫ് ഓണർ ഉണ്ടാകും. അതും ക്ഷേത്രസന്നിധിയിൽ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനും ശേഷമായിരിക്കും മറ്റ് ചടങ്ങുകൾ ആ സമയത്തുണ്ടാകും. അതിനുശേഷം അമ്മയുടെ പുറത്തെഴുന്നള്ളിപ്പും ഉണ്ടാക്കുകയും ചെയ്യും. ഇപ്പോൾ ഈ കുത്തിയോട്ട ബാലന്മാർ എല്ലാവരും എത്തിക്കഴിഞ്ഞിരിക്കുന്നു വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അവസാനത്തെ ഒരു സംഘവും ആണ് പ്രവേശിക്കുന്നതെന്നാണ് നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അടുത്ത ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ മറ്റ് ചടങ്ങുകൾ പുരോഗമിക്കും. അമ്മയുടെ പുറത്തെഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടുള്ള പുരോഗമിക്കും. അതിനുശേഷമായിരിക്കും തിരിച്ച് ഈ മണക്കാട് ശാസ്താ സന്നിധിയിലേക്കുള്ള അമ്മയുടെ യാത്ര ആരംഭിക്കുക. അതിനുള്ള ചിട്ടവട്ടങ്ങളും ഒരുക്കങ്ങളും അതിന്റെ ചിട്ടവട്ടങ്ങളും ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ക്ഷേത്രത്തിന്റെ വടക്കേ നടയിലൂടെ ആന ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കുമെന്നാണ് ഇപ്പോൾ അനൗൺസ്മെന്റിലൂടെ. അതായത് അമ്മയുടെ പുറത്തെഴുന്നള്ളിപ്പിന്റെ ഭാഗമായി അമ്മ പുറത്തെഴുന്നള്ളുന്ന അതിന്റെ ഭാഗമായി തിടമ്പേറ്റുവാനുള്ള ആന ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കും. വടക്കേ നടയിലൂടെ ആയിരിക്കും പ്രവേശിക്കുക എന്നാണ് ഇപ്പോൾ ഈ ക്ഷേത്ര ഭാരവാഹികൾ അനൗൺസ്മെന്റിലൂടെ ഭക്തജനങ്ങൾക്കുള്ള അറിയിപ്പായി കൊടുക്കുന്നത്. അങ്ങനെ ഉടൻ തന്നെ അപ്പോൾ ഈ അമ്മയുടെ പുറത്തെഴുന്നള്ളിപ്പ് ആരംഭിക്കുന്നതാണ്. കരിവീരന്മാരുടെ അകമ്പടിയോടെ തീവെട്ടിയേന്തിയ പുരുഷാരങ്ങൾ, അതോടൊപ്പം തന്നെ ചൂരൽ കുത്തിയോട്ട ബാലന്മാർ, വ്രതനിഷ്ഠരായ കുത്തിയോട്ട ബാലന്മാർ, അങ്ങനെ എല്ലാവരും അമ്മയ്ക്ക് അകമ്പടി സേവിച്ചുകൊണ്ട് മണക്കാട് ശാസ്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് അമ്മ എഴുന്നള്ളും. ആ എഴുന്നള്ളത്ത് കാണുവാനും കണ്ടു വണങ്ങുവാനും അനുഗ്രഹം വാങ്ങുവാനുമായി ഭക്തസഹസ്രം അനന്തപുരിയുടെ മണ്ണിൽ ആറ്റുകാലമ്മയുടെ തിരുസന്നിധിയിൽ എത്തി നിൽക്കുകയാണ്. നിരവധി പേരാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. ഭക്തർ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ളവർ ദേശാന്തരങ്ങൾ താണ്ടി വിദേശത്തുനിന്ന് പോലും ഈ ഒരു മുഹൂർത്തത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ ആറ്റുകാലമ്മയുടെ പുറത്തെഴുന്നള്ളിപ്പുണ്ടാകും. മണക്കാട് ശാസ്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് സ്വന്തം സഹോദരൻ്റെ പിണങ്ങി നിൽക്കുന്ന സഹോദരനെ കാണുവാനായി, കണ്ട് പരിഭവങ്ങൾ പറയുവാനായി പോകുന്ന പിണക്കി നിൽക്കുന്ന ശാസ്താവിൻ്റെ പരിഭവം മാറ്റുവാൻ സഹോദരി പുറപ്പെടുന്നു എന്ന സങ്കല്പത്തിലാണ് മണക്കാട് ശാസ്താവിൻ്റെ തിരുസന്നിധിയിലേക്കുള്ള അമ്മയുടെ പുറത്തെഴുന്നള്ളിപ്പിനെ വിശേഷിപ്പിക്കുന്നത്. അതോടുകൂടി ആ പുറത്തെഴുന്ന അമ്മ പിറ്റേ ദിവസം, അതായത് ഇന്ന് രാത്രി പുലർന്നാൽ പിറ്റേ ദിവസം അമ്മ തിരിച്ച് ഈ ആറ്റുകാൽ ദേവീ സന്നിധിയിലേക്ക് തന്നെ, അമ്മയുടെ തിരുസന്നിധിയിലേക്ക് തിരിച്ചെത്തുന്നതോടുകൂടി ചൂരൽ കുത്ത് അഴിക്കുന്ന ബാലന്മാർ, കുത്തിയോട്ട ബാലന്മാരുടെ ചൂരൽ കുത്തഴിക്കും. അതോടുകൂടി കുത്തിയോട്ട മഹോത്സവത്തിനും പരിസമാപ്തി കുറിക്കും. വൈകിട്ട് നടക്കുന്ന ചടങ്ങുകൾക്ക് പുറമേ, ക്ഷേത്രാചാരങ്ങൾക്ക് പുറമേ ഉള്ള ചടങ്ങുകളും ഉണ്ടാകും. അതിനുശേഷമാണ് മറ്റ് ചടങ്ങുകൾക്ക് ശേഷം ഗുരുതിയോടുകൂടി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ പൊങ്കാല മഹോത്സവത്തിന് പരിസമാപ്തി കുറിക്കുകയും ചെയ്യും. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കുത്തിയോട്ട ബാലന്മാർ എല്ലാവരും പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് പ്രവേശിച്ചു കഴിഞ്ഞതിന് ശേഷം ഉള്ള ചടങ്ങുകളിലേക്കായിരിക്കും ഇനി കടക്കാൻ പോകുന്നത്. അമ്മയുടെ പുറത്തെഴുന്നള്ളിപ്പ് അടക്കമുള്ള ചടങ്ങുകളിലേക്ക് ഇപ്പോൾ കടക്കും. അതോടൊപ്പം തന്നെ പോലീസിൻ്റെ ഒരു ഗാർഡ് ഓഫ് ഓണറും
ഉണ്ടാകും. ആ ഗാർഡ് ഓഫ് ഓണറും ഉണ്ടായതിനു ശേഷം മാത്രമാകും ചടങ്ങുകളും പുരോഗമിക്കുക. ഏതായാലും ആയിരക്കണക്കിന് ഭക്തർ എത്തുന്ന ഒരു കാഴ്ച ഈ വൈകിയ വേളയിലും രാത്രിയിലും അമ്മയുടെ തിരുസന്നിധാനത്ത് നിന്നുകൊണ്ട് അമ്മയെ ദർശിക്കുവാനും അമ്മയുടെ അനുഗ്രഹം വാങ്ങുവാനുമായി ഭക്തജന സഹസ്രം ഇവിടേക്ക് ഒരു കാഴ്ച. ആറ്റുകാൽ ദേവീക്ഷേത്രത്തെ അറിയപ്പെടുന്നത് ആറ്റുകാൽ ദേവീക്ഷേത്രത്തിന്റെ വിശേഷണം സ്ത്രീകളുടെ ശബരിമല. യഥാർത്ഥത്തിൽ അതിനെ നമുക്ക് അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം ഒരു മുഹൂർത്തം തന്നെയാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ എത്തുന്ന, അല്ലെങ്കിൽ സ്ത്രീകൾ പൊങ്കാലയർപ്പിക്കുന്ന ഒരു സ്ഥലം. ഇത്രയും വൈശിഷ്ട്യമായ ഒരു സ്ഥലം, അല്ലെങ്കിൽ ഇത്രയും വൈശിഷ്ട്യമായ ഒരു ആരാധനാ സമ്പ്രദായങ്ങൾ, പല തരത്തിലുള്ള ആരാധനാ സമ്പ്രദായങ്ങളുണ്ട്. അത്തരം ആരാധനാ സമ്പ്രദായങ്ങൾ എല്ലാം നിലകൊള്ളുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഈ ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിൽ ഗാർഡ് ഓഫ് ഓണർ ഇപ്പോൾ നൽകുവാനായി പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തുന്ന ഒരു ദൃശ്യമാണ്. ഗാർഡ് ഓഫ് ഓണർ നൽകുന്നതിനായി പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ സന്നിധാനത്തെ ശ്രീകോവിലിന് തൊട്ട് മുമ്പിലായി അണിനിരക്കുന്ന ഒരു ദൃശ്യം നമുക്കിപ്പോൾ കാണാൻ കഴിയും. ആ ഗാർഡ് ഓഫ് ഓണർ കൂടി നൽകിക്കഴിഞ്ഞാലാണ് അമ്മയുടെ പുറത്തെഴുന്നള്ളിപ്പ് ഉണ്ടാകുന്നത്. ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലേക്ക് കയറുന്ന ആ പ്രധാന വീഥിയുടെ ഇരുഭാഗത്തുമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പോലീസ് സംവിധാനം ഇവിടേക്ക് അണിനിരക്കുന്നത്. പോലീസ് അണിനിരന്നത് കൊണ്ടാണ് ഗാർഡ് ഓഫ് ഓണർ നൽകുന്നത്. ഇപ്പോൾ അവിടേക്ക് എത്തുന്ന കാഴ്ച കൂടിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പോലീസ് ഇവിടേക്ക് ഈ ക്ഷേത്രത്തിലേക്ക് അണിനിരക്കുന്ന ഒരു കാഴ്ച പോലീസിൻ്റെ ഔദ്യോഗിക ഗാർഡ് ഓഫ് ഓണർ ഇപ്പോൾ അമ്മയ്ക്ക് നൽകിയിട്ട് അതിനുശേഷമായിരിക്കും പുറത്തെഴുന്നള്ളിപ്പ് ആരംഭിക്കുക. അതിനുള്ള ചിട്ടവട്ടങ്ങളും ഒരുക്കങ്ങളും ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിൻ്റെ ഒരു പരിസമാപ്തിയിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ആചാരാനുഷ്ഠാനപരമായിട്ടുള്ള ചടങ്ങുകൾക്ക് ശേഷം നാളെ പുലരുന്നതോടുകൂടി ക്ഷേത്രം ചടങ്ങുകൾക്ക് പുറമെയുള്ള ചടങ്ങുകൾ എല്ലാം നടന്ന് രാത്രിയോടുകൂടി നടക്കുന്ന ഗുരുതി മഹോത്സവത്തോടുകൂടി തന്നെ ഈ വർഷത്തെ ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന് പരിസമാപ്തി കുറിക്കും. അതിൻ്റെ മുന്നോടിയായുള്ള കുത്തിയോട്ടം ചടങ്ങുകളാണ് നമ്മൾ അല്പസമയം മുമ്പ് വീക്ഷിച്ചത്. ആ കുത്തിയോട്ട ബാലന്മാരെല്ലാവരും 581 കുത്തിയോട്ട ബാലന്മാരാണ് ഈ വർഷം വ്രതം നോറ്റത്. ആ കുത്തിയോട്ട ബാലന്മാരെല്ലാവരും ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. 7 പേരടങ്ങുന്ന ഒരു സംഘവും അതോടൊപ്പം തന്നെ അവരോടൊപ്പം വാദ്യമേള ഘോഷങ്ങളോടുകൂടിയ മറ്റ് സംഘങ്ങളും ഉണ്ടാകും. ആ സംഘങ്ങളും അതോടൊപ്പം ഈ കുത്തിയോട്ട വ്രതം നോക്കുന്ന ബാലന്മാരുടെ മാതാപിതാക്കൾ അടങ്ങുന്ന ഒരു സംഘം കൂടിയായിരിക്കും ഈ ഒരു 7 പേരടങ്ങുന്ന കുത്തിയോട്ട സംഘത്തെ അനുഗമിക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് ക്ഷേത്രത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അടുത്ത സംഘം ക്ഷേത്രത്തിൻ്റെ മുന്നിലേക്ക് വരും. ക്ഷേത്രത്തിൻ്റെ മുന്നിലേക്ക് എത്തി ശ്രീകോവിലിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഒരു അമ്മയെ വണങ്ങിയതിനു ശേഷമായിരിക്കും വീണ്ടും ഉള്ളിലേക്ക് പ്രവേശിക്കുക. അങ്ങനെ ഓരോ ചെറിയ സംഘങ്ങളായി എത്തുന്ന ഈ കുത്തിയോട്ട ബാലന്മാരെയും ക്ഷേത്രത്തിനുള്ളിൽ വെച്ച് വെള്ളി ചൂരൽ കുത്ത് നടത്തും. കുത്തിയതിനു ശേഷം ഭക്തർ ചുരൽ കുത്തിയതിനു ശേഷം ബാലന്മാർ അവിടെ നിൽക്കും. മറ്റ് ചടങ്ങുകൾ കഴിഞ്ഞതിന് ശേഷം അമ്മ പുറത്തെഴുതുമ്പോൾ ആ പുറത്തെഴുന്നള്ളത്തിന് അനുഗമിച്ചുകൊണ്ട് അമ്മയുടെ സേവകരായി, അമ്മയുടെ ഭടന്മാരായി ഈ കുഞ്ഞ് ഭക്തന്മാർ മാറുകയും ചെയ്യും. ഈ കുത്തിയോട്ട ബാലന്മാർ മാറുകയും ചെയ്യും. ഇപ്പോൾ ഈ ക്ഷേത്രത്തിൽ സംസ്ഥാന പോലീസിൻ്റെ ഗാർഡ് ഓഫ് ഓണർ നൽകുന്ന ചടങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലേക്കായി പോലീസ് ഉദ്യോഗസ്ഥരെല്ലാവരും ക്ഷേത്രസന്നിധിയിലേക്ക് അണിനിരക്കുന്നൊരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആറ്റുകാൽ ദേവീ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിന് തൊട്ട് മുന്നിലായി കാണുന്ന ആ ാണ് ഇപ്പോൾ, അതായത് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രധാന ദ്വാരത്തിൻ്റെ ഇരുവശങ്ങളിലുമായി പോലീസ് അണിനിരക്കുന്ന കാഴ്ചയാണ് നമ്മൾ. ഇപ്പോൾ ആറ്റുകാൽ ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവത്തിൻ്റെ സമാപനത്തോടനുബന്ധിച്ച് നടക്കുന്ന ദേവിയുടെ എഴുന്നള്ളത്തിനുള്ള ചടങ്ങുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സംസ്ഥാന പോലീസിൻ്റെ നേതൃത്വത്തിലുള്ള ഗാർഡ് ഓഫ് ഓണർ നൽകുന്നതിനായുള്ള ഒരുക്കങ്ങളും ക്ഷേത്രസന്നിധിയിൽ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. കുത്തിയോട്ട ബാലന്മാർ
ചെറു സംഘങ്ങളായി 7 പേരടങ്ങുന്ന ചെറു സംഘങ്ങളായി തിരിഞ്ഞാണ് ക്ഷേത്ര സന്നിധിയിലേക്ക് ഇപ്പോൾ പ്രവേശിച്ചു കഴിഞ്ഞത്. 581 കുത്തിയോട്ട ബാലന്മാരാണ് ഇക്കുറി ക്ഷേത്രത്തിൽ വ്രതമനുഷ്ഠിച്ചിരുന്നത്. ഈ കുത്തിയോട്ട ബാലന്മാർ ചൂരൽകുത്തിനായി ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം ഇപ്പോൾ ദേവിയുടെ തിടമ്പേറ്റുന്നതിനായുള്ള ഗജവീരൻ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം ദേവിയുടെ തിടമ്പേറ്റി മണക്കാട് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്കുള്ള എഴുന്നള്ളത്ത് അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. ദേവിയെ അനുഗമിച്ച നിരവധി വാദ്യമേളങ്ങളും അതുപോലെ തന്നെ കുത്തിയോട്ട ബാലന്മാരും ദേവിയെ അനുഗമിച്ച മണക്കാട് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളത്തായി പുറപ്പെടും. തുടർന്ന് നാളെ പുലർച്ചെയാണ് ദേവി തിരികെ ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് മടങ്ങിയെത്തുക. കൂടെ അനുഗമിച്ച കുത്തിയോട്ട ബാലന്മാരുമുണ്ടാകും. കുത്തിയോട്ട ബാലന്മാർ ക്ഷേത്ര സന്നിധിയിലെത്തി ചൂരൽകുത്ത് അഴിക്കുന്നതോടുകൂടിയാണ് കുത്തിയോട്ട ബാലന്മാരുടെ വ്രത ചടങ്ങുകൾ പൂർത്തിയാകുക. പിന്നീട് ഗുരുതിയും മറ്റ് ക്ഷേത്ര ആചാര ചടങ്ങുകളോടും കൂടി ഇപ്രാവശ്യത്തെ പൊങ്കാല മഹോത്സവത്തിന് സമാപനം കുറിക്കും. അല്പസമയത്തിനകം തന്നെ ദേവിയുടെ മണക്കാട് ക്ഷേത്രത്തിലേക്കുള്ള എഴുന്നള്ളിപ്പ് ആരംഭിക്കും. ക്ഷേത്രസന്നിധിയിൽ പ്രശാന്ത് ശങ്കരമംഗലത്തുണ്ട്. പ്രശാന്ത്, ഇപ്പോൾ ഉടൻ തന്നെ ഉണ്ടാകുമോ? ഗാർഡ് ഓഫ് ഓണർ നൽകുന്ന ചടങ്ങ് ഉടൻ തന്നെ ഉണ്ടാകുമോ? എപ്പോഴായിരിക്കും എഴുന്നള്ളത്ത് ആരംഭിക്കുക? ദൃശ്യ അമ്പയുടെ തിടമ്പേറ്റുവാനുള്ള കരിവീരൻ ക്ഷേത്ര സന്നിധിയിലേക്ക് കടന്നു വരുന്ന ദൃശ്യം ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ കരിവീരനുള്ളിലേക്ക് പ്രവേശിക്കും. അതിന് കഴിഞ്ഞാൽ ചടങ്ങുകൾ ആരംഭിക്കും. ഇനി ഈ ഏതാനും നിമിഷങ്ങൾ മാത്രമാണുള്ളത്. ആ നിമിഷങ്ങൾക്കുള്ളിൽ ഈ മണക്കാട് ശാസ്താവിൻ്റെ സന്നിധിയിലേക്ക് അമ്മയുടെ തിരിയെഴുന്നള്ളത്തുണ്ടാകും. അതിൻ്റെ ഒരുക്കങ്ങളാണ് അന്തിമഘട്ടത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. പൂജാ വിധിപ്രകാരമുള്ള വിധിപ്രകാരമുള്ള ചടങ്ങുകൾ, മന്ത്രങ്ങൾ എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മുഹൂർത്തത്തിലേക്ക്, ആ ഒരു ധന്യമായ മുഹൂർത്തത്തിലേക്ക് നിൽക്കുകയാണ് ഇപ്പോൾ. കരിവീരൻ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന ദൃശ്യം വളരെ ഭക്തിപൂർണമായൊരു ഭക്തിമയമായ ഒരു ദൃശ്യമാണ് നമുക്കിവിടുന്ന് കാണാൻ കഴിയുന്നത്. ഏവരും നിർഭരരായി നിൽക്കുന്ന ഒരന്തരീക്ഷം. അങ്ങനെ ആ ഒരു ജന്മത്തിൻ്റെ സാഫല്യം അനുഭവിക്കുവാൻ, ആ ഒരു ജന്മസാഫല്യം നേടുവാൻ, ആ പുണ്യം നേടുവാൻ ആണ് ആ ഒരു ഭക്തസഹസ്രം ഇവിടേക്ക് എത്തിയത്. അവരുടെ എല്ലാം മനസ്സിൽ അമ്മയുടെ എന്തൊരു ചിന്ത മാത്രമാണ്. ഇപ്പോൾ ശ്രീകോവിലിന് ഉള്ളിലേക്ക് അതിൻ്റെ പ്രധാന ദ്വാരത്തിലേക്ക് കരിവീരൻ പ്രവേശിക്കുകയാണ്. പ്രവേശിച്ചു കഴിഞ്ഞാൽ തന്നെ തിടമ്പേറ്റം ഉണ്ടാകും. തിടമ്പേറിക്കൊണ്ട് കരിവീരൻ പുറത്തേക്ക് അമ്മയുടെ പുറത്തെഴുന്നള്ളിപ്പുണ്ടാകും. തുടർന്ന് അകമ്പടി സേവിച്ചുകൊണ്ട് കുത്തിയോട്ടം ബാലന്മാർ ഒപ്പമുണ്ടാകും. മറ്റ് സേവകരടക്കമുള്ളവർ ഈ യാത്രയെ അനുഗമിക്കും. അതോടൊപ്പം തീവെട്ടിയും ചെണ്ടമേളവും വാദ്യവും വൈക്കുരവയുമായി ഭക്തരെ അമ്മയ്ക്കൊപ്പം യാത്ര തിരിക്കും. അങ്ങനെ യാത്ര തിരിക്കുന്ന ആ യാത്രയുടെ ഓരോ സ്ഥലങ്ങളിലും, യാത്ര ചെന്നെത്തുന്ന സ്ഥലങ്ങളിൽ, യാത്ര കടന്നു പോകുന്ന ഓരോ വേദികളിലും എവിടെങ്ങളിലായി അമ്മയെ സ്വീകരിക്കുന്നതിനായി പ്രത്യേകം സ്വീകരണ സ്ഥലങ്ങളും ഉണ്ടാകും. അവിടെയെല്ലാം ആ സ്വീകരണങ്ങൾ കൂടി ഏറ്റുവാങ്ങിക്കൊണ്ടായിരിക്കും അമ്മ മുന്നേറുന്നത്, ആ യാത്ര മുൻപോട്ട് പോകുന്നത്. അങ്ങനെ മുൻപോട്ട് പോകുന്ന യാത്ര പുലർച്ചയോടുകൂടി മണക്കാട് ശാസ്താവിൻ്റെ തിരുസന്നിധിയിലെത്തും. ആ തിരുസന്നിധിയിലെത്തി അവിടെ മണക്കാട് ശാസ്താവിൻ്റെ തിരുസന്നിധിയിൽ അമ്മയെ സ്വീകരിച്ചു കഴിഞ്ഞ് അവിടുത്തെ ആചാരവിധി പ്രകാരമുള്ള ചടങ്ങുകളുണ്ടാകും. ആ ചടങ്ങുകൾക്ക് ശേഷം ആണ് തിരിച്ച് ക്ഷേത്രത്തിലേക്ക്, അതായത് ആറ്റുകാൽ അമ്മയുടെ തിരുസന്നിധാനത്തേക്കുള്ള എഴുന്നള്ളിപ്പ് ഉണ്ടാകുക. ഇപ്പോൾ കരിവീരൻ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞു. പോലീസും സജ്ജമായി കഴിഞ്ഞിരിക്കുകയാണ്. ഗാർഡ് ഓഫ് ഓണർ നൽകുന്നതിനായുള്ള ഒരുക്കങ്ങൾക്കായി പോലീസും ഇവിടേക്ക് സജ്ജമായി. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. തിടമ്പ് ഏറ്റുന്ന ചടങ്ങും അല്പസമയത്തിനുള്ളിൽ ഉണ്ടാകും. അത് കാണുവാനും ആ ഒരു ദൃശ്യം അനുഭവിക്കുവാനും ആ ഒരു മുഹൂർത്തത്തിൽ പങ്കുചേരുവാനുമായി ഭക്ത ജനസഹസ്രം ഇത്രയും സമയം ഈ അക്ഷമരായി കാത്തിരുന്ന, പ്രാർത്ഥനാ നിർഭരരായി കാത്തിരുന്നത് ഈ ഒരു മുഹൂർത്തത്തിന് വേണ്ടിയാണ്, അമ്മയുടെ ദർശനം നേടുന്നതിന് വേണ്ടിയാണ്. അങ്ങ് ദേശാന്തരങ്ങളിൽ നിന്നടക്കം കന്യാകുമാരി മുതൽ
കാസർഗോഡ് നിന്ന് അടക്കമുള്ള വിവിധ സ്ഥലങ്ങളിൽ നിന്ന് അടക്കം ആയിരക്കണക്കിന് ഭക്തരാണ് അമ്മയുടെ തിരുമുമ്പിൽ എത്തി നിൽക്കുന്നത്. ഈ ഒരു നിമിഷത്തിന് വേണ്ടി, ഈ ഒരു മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുവാനായി ഇപ്പോൾ കരിവീരൻ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. പോലീസ് അവിടെയുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുന്നുണ്ട്. അവിടെ നിൽക്കുന്ന ഭക്തന്മാരെ മാറ്റി നിർത്തുന്ന അടക്കമുള്ള സജ്ജീകരണങ്ങളും ഒരുക്കുന്നുണ്ട്. ഉള്ളിലേക്ക് പ്രവേശിക്കും. ആ ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ക്ഷേത്ര ആചാരവിധി പ്രകാരമുള്ള ചടങ്ങുകളും അതോടൊപ്പം ആരംഭിക്കും. അതേ സമയത്ത് തന്നെ പോലീസിൻ്റെതായിട്ടുള്ള ഗാർഡ് ഓഫ് ഓണറും ഉണ്ടാകും. എന്തായാലും ഇനി നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ചുള്ള കുത്തിയോട്ടം, ആ കുത്തിയോട്ട ബാലന്മാരാണ് ഇപ്പോൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിച്ചത്. ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കുന്ന ബാലന്മാരെ ചൂരൽ കുത്ത് നടത്തി അമ്മയുടെ സേവകരായി, അമ്മയുടെ പിണിയാളുകളായി മാറ്റി നിർത്തും. ആ ചൂരൽ കുത്ത് മുറിവേറ്റ ബാലന്മാരാണ് അമ്മയുടെ ഭടന്മാരായി ഈ യാത്രയിൽ അമ്മയ്ക്കൊപ്പം അനുഗമിക്കുന്നത്. അമ്മയുടെ ഇരുവശങ്ങളിൽ നിന്നുകൊണ്ട്, അമ്മയ്ക്ക് മുൻപും നിന്നുകൊണ്ട് അമ്മയെ അനുഗമിക്കുന്നത്. മഹിഷാസുരമർദ്ദിനിയായ ഭദ്രകാളിയുടെ, ആദിപരാശക്തിയുടെ മുറിവേറ്റ ഭടന്മാരാണ് ഈ കുത്തിയോട്ട ബാലന്മാർ എന്നാണ് ഐതിഹ്യം. അങ്ങനെ ആ ഒരു മഹിഷാസുരമർദ്ദിനിയുടെ യാത്ര അകമ്പടി സേവിക്കുകയാണ് ഇപ്പോൾ. ഈ അകമ്പടി സേവിക്കുന്നതിൻ്റെ ചടങ്ങുകൾ കൂടിയാണ് ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നത്. കരിവീരൻ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു. വിധിപ്രകാരമുള്ള ചടങ്ങുകളും അവിടെ നടക്കുകയും ചെയ്യും. ഇപ്പോൾ തിടമ്പ് ഏറ്റുന്നതിന് മുന്നോടിയായിട്ടുള്ള നെറ്റിപ്പട്ടം അണിയിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ദൃശ്യങ്ങളിലൂടെ കാണാൻ കഴിയുന്ന ഒരു മുഹൂർത്തമോ ആറ്റുകാൽ പൊങ്കാല മഹോത്സവം, അനന്തപുരിയുടെ മഹോത്സവമാണ് മഹോത്സവം എന്ന് പറയുന്നത്. ഇത്രയേറെ ഭക്തർ ഒരു ഉത്സവത്തിന് അണിനിരക്കുന്ന, അല്ലെങ്കിൽ ഇത്രയേറെ ഭക്തർ ദേശാന്തരങ്ങളിൽ നിന്നടക്കം അണിനിരക്കുന്ന മറ്റൊരു ഉത്സവമുണ്ടോ അല്ലെങ്കിൽ മറ്റൊരു ചടങ്ങുണ്ടോ എന്ന് തന്നെ നമുക്ക് സംശയമാണ്. അതും ഏറ്റവും കൂടുതൽ സ്ത്രീ ഭക്തരായിട്ടുള്ളവർ ശബരിമല എന്നറിയുന്ന ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ടി എത്തുന്നു. മാത്രമല്ല തിരുവനന്തപുരം നഗരമൊന്നാകെ കിലോമീറ്ററുകളോളം തിരുവനന്തപുരം നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ, അല്ലെങ്കിൽ കാതങ്ങൾക്കപ്പുറം, മൈലുകൾക്കപ്പുറമുള്ള ഭാഗം പോലും അമ്മയുടെ ഒരു കാഴ്ച, ഒരു അപൂർവമായൊരു കാഴ്ചയാണ്. കാരണം ഈ പൊങ്കാല എന്നത് ക്ഷേത്ര മുറ്റത്ത് നമ്മളുള്ള ഓരോ ഉത്സവ സ്ഥലങ്ങളിലും അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ക്ഷേത്ര പരിധിക്കുള്ളിൽ അർപ്പിക്കുന്നതാണ് പൊങ്കാല. എന്നാൽ തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ, അത് ആറ്റുകാലിലേക്ക് വരുമ്പോൾ, തിരുവനന്തപുരം ആറ്റുകാലമ്മയുടെ തിരുമുറ്റമായി മാറുന്നൊരു കാഴ്ച. അങ്ങയുടെ ആ ക്ഷേത്ര സന്നിധിയിൽ നിന്ന് പ്രശാന്ത് ചക്രമംഗലത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ആറ്റുകാൽ ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന ദേവിയുടെ പുറത്തെഴുന്നള്ളിപ്പിനുള്ള ചടങ്ങുകളാണ് ക്ഷേത്ര സന്നിധിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മണക്കാട് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്കാണ് ദേവിയുടെ എഴുന്നള്ളിപ്പ് നടക്കുക. കുത്തിയോട്ട ബാലന്മാർ ഉൾപ്പെടെ ദേവിയെ അകമ്പടിയായി ദേവിക്കൊപ്പമുണ്ടാകും. അല്പസമയത്തിനകം ക്ഷേത്രത്തിൽ നിന്ന് കുത്തിയോട്ട ബാലന്മാർ ദേവിയെ അകമ്പടി സേവിച്ച ദേവിയുടെ എഴുന്നള്ളത്ത് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് പുറപ്പെടും.